അപ്പൊ നമ്മള് രണ്ടാമത്തെ അധ്യായത്തില് നമ്മൾ പറഞ്ഞു സെൽഫ് റിയലൈസേഷൻ ആണ്, അത് അനലിറ്റിക് സ്റ്റഡിയാണ്, സ്ഥിതപ്രജ്ഞ ആരാണ്, സ്ഥിരബുദ്ധിയുള്ളവൻ ആരാണ് എന്നൊക്കെ ഉള്ളതാണ് രണ്ടാമത്തെ അധ്യായം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതിനകത്ത് 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങള് അർജുനന്റെ സംശയങ്ങളും അവസാനം ഭഗവാന്റെ മുന്നിൽ ശരണാഗതി പ്രാപിക്കുക എന്നുള്ളതാണ്. സറണ്ടറിനെക്കാട്ടും നല്ല മലയാളം മീനിങ് നമ്മൾ പറയുന്നതാണ് നല്ലത്. ശരണാഗതി പ്രാപിക്കുക. അതുപോലെ തന്നെയാണ് ഈ സംസ്കൃതത്തിൽ റിലീജിയൻ എന്നുള്ള മീനിങ് ഒക്കെ വരുന്നത്. റിലീജിയൻ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നൊരു അല്ല വരുന്നത്. റിലീജിയൻ എന്നുള്ള ശരിക്കുമുള്ള അർത്ഥം ധർമ്മം എന്നാണ്. ഏത് ധർമ്മത്തിലാണെന്നുള്ളതാണ്. നമ്മൾ കാണുന്നൊരു മതം എന്നൊരു വേർഡ് അവിടെ വരുന്നില്ല. ഏത് ധർമ്മം. ഇപ്പം ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അതുവഴി അതാണ് നമ്മുടെ ശരിയായ ധർമ്മം. അതിനെയാണ്, ഒറ്റ വാക്കിലേ ഉള്ളൂ, അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ആചാരമാവേണ്ട യാതൊരു ആവശ്യമില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മം. എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനായിക്കൊണ്ടുള്ളതാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളത്. ആ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളതായിട്ട് വരുമ്പോൾ നമ്മൾ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഒരാളെ ദ്രോഹിക്കത്തില്ല. കാര്യം എല്ലാ ജീവികളും ഭഗവാന്റെ സന്തതികളാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവും. ഇതല്ലേ ഏറ്റവും നല്ലൊരു ദർശനം. ഇതുകൊണ്ടാണ് ലോകത്തിൽ എല്ലായിടത്തും സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇൻസൈറ്റ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി വേറെ തരത്തിലുള്ളൊരു നമ്മുടെ ഒരു ആസ്ട്രോളജിക്കൽ വേ ആണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ അതിനകത്തൊരു ഇൻസൈറ്റ് ഡിസ്കവറി. എനിക്ക് സുശിയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. കോളിൻസ് എന്നുള്ള UK എന്നുള്ളതാണ് അതിനകത്ത് ചെയ്തത്. അദ്ദേഹം പോലും ഇന്ത്യയിലെ ആചാര്യന്മാരെയും യോഗയെയൊക്കെ പറ്റി സംസാരിച്ചു. അപ്പം ലോകത്തിൽ എല്ലായിടത്തും നമ്മളുടെ ആ ധർമ്മത്തെ അവര് മാനിക്കുന്നു, അതിനെ റിയലൈസ് ചെയ്യുന്നു. നമ്മള് മാത്രം മുറ്റത്തെ മുല്ലയായതുകൊണ്ട് നമ്മളിനെ അതിനൊക്കെ അത്ര ഒരു മണം നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ പറയുകയാണ്, നമ്മൾ തീർച്ചയായിട്ടും അത് എടുത്തുകൊണ്ടേയിരിക്കണം. നാമജപം വളരെ അത്യാവശ്യമാണ്. നവവിധ ഭക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാമജപം തന്നെയാണെന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എല്ലായിടത്തും പറയുന്നത് കൊണ്ട് മാത്രമല്ല, അത് നമുക്ക് അനുഭവത്തിലാവുന്നുണ്ട്. ഹനുമാനെ എടുത്തു കഴിഞ്ഞാൽ, ശ്രീരാമഭക്തനായ ഹനുമാൻജിയെ എടുക്കുമ്പോൾ നമ്മളിവിടെ സാധാരണഗതിയിൽ ഈ ഹനുമാന്റെ പടം എടുത്തിട്ട് എല്ലാവരും എഴുതാറുണ്ട്, അറിയാമോ? ചെറിയ അക്ഷരങ്ങൾ ശ്രീരാമജയം 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 എഴുതുന്ന കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ തമിഴ് ആൾക്കാരാണ് അത് ചെയ്യുന്നത്. ഡിവോഷണലി നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാലേ ഡിവോഷണൽ എൻ്റെ സൗത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റത്തുള്ളൂ. ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഒക്കെ പോകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കേരളം സാക്ഷരതയിൽ മുന്നിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അഹങ്കാരം കേരളത്തിലുള്ളവർക്കുണ്ട്. സ്പിരിച്വലി കുറവാണ്, സ്പിരിച്വൽ എഫക്ട് കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർക്ക് അഭിവൃദ്ധിയുണ്ട്. നോക്കൂ, നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാകുമ്പോൾ അവര് എല്ലാത്തിനും സ്വയം പര്യാപ്തരാണ്. എല്ലാവർക്കുണ്ട്. കാര്യം അവർക്ക് സ്പിരിച്വൽ എഫക്റ്റ് അവർക്കുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്നും അവർക്ക് യാതൊരു നാണക്കേടുമില്ല. ഓഫീസുകളിൽ പോകാൻ ചെറുപ്പക്കാർ പോലും ഓഫീസുകളിൽ പോകുമ്പം നെറ്റി നിറയെ ചന്ദനം ഇങ്ങനെ തെച്ചിട്ട് പോകുന്നതാണ്. അവരുടെ വാക്കുകളിൽ പോലും പൊളൈറ്റ്നസ് ഉണ്ട്. അതേസമയം ഇന്നത്തെ തലമുറ, എൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഞാൻ പറയുന്നതാണ്, ചന്ദനം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്റ്റീജിയന്റെ ഇഷ്യൂസ് ആയിട്ടാണ് മാറുന്നത്. ചന്ദനം ഇട്ട് കഴിഞ്ഞാൽ കാര്യം. അപ്പൊ അവിടെയാണ് സ്പിരിച്വൽ തലങ്ങളുടെ വ്യത്യാസം. വിദ്യാഭ്യാസം ഒരിക്കലും സ്പിരിച്വലിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ളതല്ല, ഡീപ്രൊമോട്ട് ചെയ്യാനുള്ളതല്ല. സ്പിരിച്വലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നേടേണ്ടത്. അപ്പം ശ്രീരാമജയം പറഞ്ഞു വന്നു, ശ്രീരാമജയം 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 എന്ന് ആ ഹനുമാന്റെ പടത്തിന് ഫുള്ള് എഴുതുക കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഹനുമാൻ ഭക്തര് ആ ഹനുമാന്റെ ആ പിക്ചറിൽ ശ്രീരാമജയം എഴുതുന്നത്. അപ്പം
എന്തുകൊണ്ടാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻജി എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ ആ ഹനുമാൻജിയെ ഫോളോ ചെയ്യുന്നവര് ഹനുമാൻജി എന്താണ് ചിഹ്നം അതുകൊണ്ട് തന്നെയാണ് അത് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്, ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമജയം. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തില് അത് വരുമ്പോഴത്തേന് ഹരേകൃഷ്ണ മഹാമന്ത്രമായിട്ട് മാറുന്നു. കാര്യം കലിസന്ധാരണ ഉപനിഷത്തില് കൃത്യമായിട്ട് കലിസന്ധാരണ ഉപനിഷത്ത്, അതായത് കലിയുഗത്തിലെ ഉപനിഷത്ത്, ആ ഉപനിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നു നാമജപം, അഖണ്ഡ നാമജപം, അത് അഖണ്ഡ നാമജപം ఖണ്ഡിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാല് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അഖണ്ഡ നാമജപ യജ്ഞമുണ്ട്, ക്ഷേത്രത്തിൽ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയുന്നില്ല. അഖണ്ഡം, ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്തത്, നിത്യം, എപ്പോഴും നാമം ജപിക്കേണ്ടത്, എപ്പോഴും ജപിക്കേണ്ട നാമം, ഇതാണ്. ആ കലിയുഗത്തില് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം നമ്മൾ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എഴുതി തരുന്നു, ഉറപ്പു തരുന്നു, ജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകും. ഇവിടെ അതാണ് അർജുനൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഈ 10 ശ്ലോകങ്ങൾ കഴിയുമ്പോഴത്തേന് ഭഗവാനെ സറണ്ടർ ചെയ്യുകയാണ്, ശരണാഗതി പ്രാപിക്കുകയാണ്. ശരണാഗതി പ്രാപിച്ചിട്ട് പിന്നെ 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള കാര്യങ്ങളും വളരെ ഫിലോസഫിക്കൽ തോട്ട്സ് അർജുനന് ഭഗവാൻ ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ 8-ാമത്തെ ശ്ലോകം വായിച്ചു നിർത്തി. ഒരു ഗുരു എന്ന് പറയുന്നത് ആരാണെന്ന് അല്ലേ? നമ്മൾ ഒരു ഗുരുവിനെ സമീപിക്കണം. ഒരു ഗുരു ആകാനുള്ള യോഗ്യത എന്താണ്? അത് ഒരിക്കലും കുലമഹിമയോ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചവനാണെന്നോ ഒന്നുമല്ല. ഭഗവാൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പം ജാതി വ്യവസ്ഥയൊക്കെ ഇൻ ബിറ്റ്വീനാണ് ഉണ്ടായിരുന്നത്. ഇത് ത്രേതായുഗത്തിലോ അല്ലെ കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു. നമ്മൾ പറയുന്നത് സോക്കാൾഡ് ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു. ജാതി വ്യവസ്ഥ തിരിച്ചിരുന്നത് അവരുടെ കുലധർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരുന്നു ജാതി വ്യവസ്ഥ തിരിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഒരു പ്യൂണിനെ കയറി മാനേജർ നമ്മളൊന്നും വിളിക്കാൻ പോകാറില്ല, പ്യൂണ് തന്നെ വിളിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവത്തിൽ കാണുമ്പം സൂത ഗോസ്വാമി എന്ന് നമ്മൾ പറയും, ശുകദേവ ഗോസ്വാമി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ധനഞ്ജയൻ എന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ആ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശിഷ്യുള്ള പേരുകളാണ്. ഇതിനകത്തെ ഡീഗ്രേഡ് ചെയ്തല്ല സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഗുരു എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഏത് ജാതി വ്യവസ്ഥയിലോ ജനിച്ചതായിക്കൊള്ളട്ടെ, പക്ഷെ അവന് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അറിവുണ്ട്, ബോധമുണ്ട്, ഭഗവാനെ പറ്റി അറിയാം. അല്ല പ്രഭു, ഈ ഭാഗവത്തില് ശുഗ മഹർഷിയൊക്കെ ഉണ്ടല്ലോ, ശുഗ ബ്രഹ്മർഷിയൊക്കെ, അവരെയാണോ ശുഗ ഗോസ്വാമി എന്ന് പറയണത്? അതെ അതെ. ഗോസ്വാമി എന്താ മീൻ ചെയ്യണേ? ഗോസ്വാമി, സ്വാമി, ഗോസ്വാമി. ഗോസ്വാമി ഗോ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ. അതിനെയാണ് ഗോസ്വാമി എന്ന് പറയുന്നത്. ഗോസ്വാമിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ സ്മിതമാതാജി പറയുന്നത്? നമ്മൾ പറയുമല്ലോ, ഗോദാസൻ. ഇത് ഗോസ്വാമി എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ. ഇന്നത്തെ ഇപ്പം ഗോവിന്ദനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചെന്ന് വെച്ചാൽ ഇന്ന് കൃത്യമായിട്ട് ഉത്തരം പറയും. ഇന്ന് ഗോവിന്ദ് ഇന്നത്തെ ക്ലാസ്സിൽ അതായിരുന്നു. അപ്പം ആ ശ്ലോകം എടുത്തിട്ട് തരും ഗോവിന്ദ്, ചോദിച്ചാൽ മതി. അപ്പം അത്തരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഒരാളെ ഗോസ്വാമി എന്ന് പറയും. അതേസമയം ഇന്ദ്രിയങ്ങളുടെ കൂടെ നമ്മൾ പോവുകയാണ്, മനസ്സും ഇന്ദ്രിയങ്ങളുടെ കൂടെ പോവുകയാണ്, ബുദ്ധിയും ഇന്ദ്രിയങ്ങളുടെ കൂടെ പോകുമ്പോൾ അതിനെ ഗോദാസൻ എന്ന് പറയും. ഇതാണ് വ്യത്യാസം. അപ്പം സ്വാമി എന്ന് പറഞ്ഞിട്ട് നിർവചനം പൂർത്തിയാവുന്നില്ല, ഗോസ്വാമി ആകണം. ഗോസ്വാമി ആകണം ഇവിടെ. അപ്പം അങ്ങനെ
ഗുരുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആ ഗുരു എങ്ങനെ ആയിരിക്കണം, അവിടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ അറിയുന്ന ആരാണെങ്കിലും ഭഗവാന്റെ ശാസ്ത്രം ആർക്ക് പറഞ്ഞു തരാൻ കഴിവുണ്ടോ, അത് നമ്മളെക്കാട്ടിയും പ്രായം കുറഞ്ഞവനാണെങ്കിൽ പോലും അവൻ ഗുരുവിനർഹനാണ്, ഗുരുസ്ഥാനീയനാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നോക്കുമ്പം നമ്മൾ ഭാഗവത്തിലോട്ട് പോകുമ്പം ധ്രുവസ്തുതി, ധ്രുവ മഹാരാജന് ആ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു മാതാജി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ? ധർമ്മം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും 5 വയസ്സേ ഉണ്ടായിരുന്നു. അതുപോലെ പ്രഹ്ലാദന് 5 വയസ്സേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശുകദേവ ഗോസ്വാമിക്ക് അച്ഛനെക്കാട്ടിയും പ്രായം കുറവല്ലേ? പ്രായത്തിന് അച്ഛന്റെ ഇപ്പം വ്യാസമഹർഷിയുടെ മകനാണ്. പക്ഷെ വ്യാസമഹർഷിയേക്കാൾ എല്ലാവരും അംഗീകരിച്ചിരുന്നത്, മാനിച്ചിരുന്നത് ശുകദേവ ഗോസ്വാമി. അതിനേക്കാൾ വ്യാസമഹർഷി അച്ഛനേക്കാൾ വലിയ തലത്തിലാണ് ശുകദേവ ഗോസ്വാമിയെ കണ്ടിരുന്നത്. അത്രയും ജ്ഞാനം ശുകദേവ ഗോസ്വാമിക്ക് ഉണ്ടായി. ആക്ച്വലി ശുകദേവ ഗോസ്വാമി നമ്മൾ ഭാഗവത്തിലൂടെ പോയി കഴിഞ്ഞാൽ അദ്വൈത സിദ്ധാന്തവുമായിട്ടാണ് ശുകദേവ ഗോസ്വാമി വരുന്നത്. കാര്യം ജ്ഞാനം കിട്ടുന്നതിന് മുമ്പിട്ട്. സുമാജി മ്യൂട്ടാണ്, പറയുന്നുണ്ടെന്നെങ്കിലും? ഇല്ല ഞാൻ ശബ്ദനോട് പറഞ്ഞു. പിന്നീട് വ്യാസമഹർഷി തിരിച്ചു വിളിക്കും. ശുകദേവ ഗോസ്വാമി പോകുമ്പം, നടന്നു പോകുമ്പം വ്യാസമഹർഷി ഒരു ശ്ലോകം ചൊല്ലും. ആ ശ്ലോകം കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ആ ശ്ലോകം ചൊല്ലും. ശ്ലോകം ചൊല്ലി അപ്പോഴാണ് ഭഗവാനെ കുറിച്ച് ശുകദേവ ഗോസ്വാമി കേൾക്കുന്നത്. അങ്ങനെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അച്ഛനിൽ നിന്ന് ജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം പിന്നെ ദ്വൈത സിദ്ധാന്തവുമായിട്ടാണ് ശുകദേവ ഗോസ്വാമി പോകുന്നത്. നമ്മളെല്ലാവരും ഒന്നാണെങ്കിലും രണ്ടാണ്. ഭഗവാനും ഞാനും, ഭഗവാന്റെ അംശവും ഒന്നാണെങ്കിലും രണ്ടാണ്. കാര്യം നമ്മൾ ആരും ഒരിക്കലും ഭഗവാനാകാൻ പോകുന്നില്ല. നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. നമ്മൾ വെറും ജീവാത്മാവാണ്. ജീവാത്മാവിന് പരിമിതികളുണ്ട്. കാര്യം പഞ്ചമഹാഭൂതം, അതും ഗോവിന്ദന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ 5+3 ഉടനെ പറയും. 5+3 സൂത്രവാക്യം പറയും. പഞ്ചമഹാഭൂതങ്ങളെ പറ്റി പറയും. ഗോവിന്ദനെ വെറുതെ പറയുന്നല്ല. കാര്യം ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ കുട്ടികൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജീവാത്മാവും പരമാത്മാവും രണ്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ഇതാണ് 2-ാം അധ്യായത്തിന്റെ ചെറിയൊരു ഇൻട്രഡക്ഷൻ. നമ്മൾ നേരെ സഞ്ജയൻ ഉവാച, അതായത് ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞതിനെ പറ്റി സെക്രട്ടറി സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോച്യ ഇതി ഗോവിന്ദ മുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ശബ്ദാർത്ഥം വിവർത്തനം ശ്രീരപ്രഭുപാദ് ജി. സഞ്ജയ് ഉവാച, സഞ്ജയം പറഞ്ഞു, പരന്തപ ശത്രുക്കളെ സംഹരിക്കുന്നവനും ഗുഡാകേശ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും അർജുനൻ ഹൃഷീകേശനോട്, ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണനോട് ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് നയോയ്സേ ഞാൻ യുദ്ധം ചെയ്യുകയില്ല ഇതി എന്ന് ഗോവിന്ദനോട് കൃഷ്ണനോട് ഇന്ദ്രിയ സുഖദാതാവിനോട് ഉക്ത്വ പറയുകയും തുഷ്ണീം ബഭൂവഃ മൗനിയായി ഭവിക്കുകയും ചെയ്തു. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോച്യ ഇതി ഗോവിന്ദ മുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ.
सञ्जय उवाच एवमुक्त्वा ऋषिकेशं गुडाकेशा परन्तपः न योत्स्य इति गोविन्दम् उक्त्वा तूष्णीं बभूवः. ശ്യാമസുധീർദാസ് എവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സി മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. പറഞ്ഞു. സഞ്ജയ ഉവാച ഏവമുക്താ ഹൃഷീകേശം ഗുഡാകേശാ പരം തപഃ യയോൽച ഇതി ഗോവിന്ദം യുക്താ തൂഷ്ണീം ബഭൂവ. ഹരേ കൃഷ്ണ. സുധീഷ് ജി. മാതാജി അവിടെ ഇല്ല. സുധീർ പ്രഭു. ഗൂഢകേശ പരന്തപ നയോത്സ ഇതി ഗോവിന്ദ മുക്താ തൃഷ്ണീം ബഹൂവഃ. ഹരേ കൃഷ്ണ. സിമി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. നിഷാജി. സഞ്ജയ ഉവാച ഏവമുക്താ ഹൃഷീകേശം ഗൂഢാകേശ പരം തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദ മുക്താ തൂഷ്ണീം ബഭൂവഃ. അതെ, മുക്ത എന്നുള്ളത് ഗോവിന്ദ മുക്ത. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഗോവിന്ദ ഉക്ത്വ. ഉക്ത്വ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട്, പ്രകാരം പറഞ്ഞിട്ട്. ഓക്കെ. മീരാജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഹരേ കൃഷ്ണ. വിദ്യാജി. വിദ്യാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരന്തപ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സുമാജി. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം സ്മിതമാതാജി ഒന്ന് വായിച്ചോളൂ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഭാവാർത്ഥം. അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കണം. എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ പരന്തപഃ, ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി. കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വൃഥാ ദുഃഖത്തിനടിമപ്പെട്ടുവെങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യൻ എന്ന പോലെ ശരണം പ്രാപിച്ചു. കുടുംബസ്നേഹം മൂലമുളവാകിയ നിത്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി. ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി. അർജുനൻ നിശ്ചയമായും യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അർജുനൻ കൃഷ്ണന്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുമെന്നതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് നൈരാശ്യത്തിന് വഴിയുള്ളൂ. സഞ്ജയൻ വളരെ വിദഗ്ധമായിട്ടാണ് ധൃതരാഷ്ട്രയെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നത്. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഇവിടെ വീണ്ടും കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വൃഥാ ദുഃഖത്തിന് അടിമപ്പെട്ടു അർജുനൻ.
കുടുംബത്തോടെന്ന് പറഞ്ഞാല് രണ്ട് കൂട്ടരുടെയും കുടുംബാംഗങ്ങളെ ഓർമ്മിച്ചിട്ടാണ് ആ ഒരു മമതാബന്ധം രണ്ടുപേരോടും. ഭഗവാൻ അർജുനൻ വളരെ സാത്വിക സ്വഭാവമുള്ളതായതുകൊണ്ട് ആ ഒരു മമതാബന്ധം നിലനിർത്തി അവിടെ. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. തം ഉവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം ഇദം വചഃ. തം ഉവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശബ്ദാർത്ഥം വിവർത്തനം. ശീല പ്രഭുപാദക്ക് ജയ്. ഭാരത, ഹേ ഭാരത, ധൃതരാഷ്ട്ര രാജാവേ, ഉഭയോ സേനയോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷീദന്തം വിഷാദഗ്രസ്തനായിരിക്കുന്ന തം അദ്ദേഹത്തോട് ഹൃഷീകേശൻ ഇന്ദ്രിയാധീശനായ കൃഷ്ണൻ പ്രഹസൻ ഇവ മന്ദസ്മിതം തൂകിക്കൊണ്ട് ഇദം വചഃ ഈ വാക്കുകൾ ഉവാച പറഞ്ഞു. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. തം ഉവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഗോവിപ്രഭു. ഹരേ കൃഷ്ണ. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം വചഃ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. മാതാജി. തം ഉവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം ഇദം വചഃ. ഹരേ കൃഷ്ണ. സുമാജി. ഡോക്ടർ സുമാജി മ്യൂട്ടാണ് സുമാജി, മ്യൂട്ടാണ്. ഓക്കെ, ചെല്ലിക്കോളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. മീരാജി. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. വിദ്യാജി. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. സുധീഷ് ജി. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നിഷാജി. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. തം ഉവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള്
രണ്ടാമത്തെ അധ്യായത്തില് 9ാമത്തെ ശ്ലോകമാണ്, അല്ല 10ാമത്തെ ശ്ലോകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തില് 10ാമത്തെ ശ്ലോകം. 9ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു, 10ാമത്തെ ശ്ലോകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാവാർത്ഥം സുമാജി ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉറ്റമിത്രങ്ങളായ ഹൃഷികേശനും ഗുഡാകേശനും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. സുഹൃത്തുക്കളാക്കയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ്. ഒരാൾ സ്വമേധയാ മറ്റേയാളിന്റെ ശിഷ്യനായി, സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത്. എല്ലാവരുടെയും പ്രഭുവായിക്കൊണ്ട് സർവേശ്വരനായ അദ്ദേഹം എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്നു. ഇങ്ങനെയാണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത്, മകൻ, കാമുകൻ എന്നീ വേഷങ്ങൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു. ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യുന്നു. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ സംവാദം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചായിരുന്നതിനാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായെന്ന് വേണം കരുതാൻ. ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്കോ സമൂഹത്തിനോ വർഗത്തിനോ വേണ്ടിയുള്ളവയല്ല ഭഗവത്ഗീത വചനങ്ങൾ. ഏവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ്. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അത് കേൾക്കാൻ ഒരേ വിധം അർഹതയുണ്ട്. അപ്പം ആ ഗുരു ശിഷ്യ ബന്ധം അർജുനൻ ഗുരുവായിട്ട് സ്വീകരിക്കുമ്പോൾ കൃഷ്ണൻ പിന്നെ ആ ഗുരുവിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടത്, എല്ലാം ഭഗവാനും ഞാനും ഒന്നാണെന്ന് പറയുന്ന ആൾക്കാരോട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അർജുനനെ മുറിയിൽ വെക്കുന്നില്ല? എല്ലാവരും ഒന്നല്ലേ, എന്തുകൊണ്ട് അർജുനനെ പൂജിക്കുന്നില്ല? അപ്പം വേദികളിൽ വെറുതെ വാചക കസർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം ആൾക്കാർ നടക്കുന്നത്. ഭക്തി ഉപദേശിക്കുകയല്ല അവരുടെ ലക്ഷ്യം. നിങ്ങളുടെ പ്രീതി പിടിച്ചു കെട്ടുക. കേൾക്കുന്നവർ അദ്ദേഹം എത്രയോ നല്ലതാണ്, നമ്മളെ കൂടി അംഗീകരിക്കുന്നു എന്നൊരു ഒരു മൂടുപടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മളെ ഒന്ന് സുഖിപ്പിച്ച് നമ്മളെ ഇഷ്ടപ്പെടുത്തി വെക്കുക. അദ്ദേഹം നല്ല പ്രീച്ചറാണ് കേട്ടോ, നല്ലോണം സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞെടുക്കുന്നുള്ളതല്ലാതെ ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ നമ്മൾ നോക്കിയിട്ട് അടുത്തോട്ട് പോവാം. ശ്രീ ഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാംസൂന നാനുശോചന്തി പണ്ഡിത ന അനുശോചന്തി പണ്ഡിത ശ്രീ ഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാസൂന ഗദാംസൂംശ ന അനുശോചന്തി പണ്ഡിതാഃ ശബ്ദാർത്ഥം വിവർത്തനം ശ്രീലപ്രഭുപാദയ്ക്ക് ജയ. ശ്രീ ഭഗവാൻ വാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ത്വം നീ അശോച്യാൻ ദുഃഖിക്കേണ്ടവരെ അല്ലാത്തവരെ കുറിച്ച് അന്വശോചക ദുഃഖിച്ചു, പ്രജ്ഞാവാദാൻ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാഷസെ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതാഹ പണ്ഡിതന്മാർ വിദ്വാൻമാർ ഗതാസൂൻ മരിച്ചവരെ കുറിച്ചും അഗതാംസൂച്ച മരിക്കാത്തവരെ കുറിച്ചും ന അനുശോചന്തി ദുഃഖിക്കുന്നില്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ
മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കുന്നില്ല. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഭഗവാനുവാച അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. മീരാജി. ശ്രീഭഗവാനുവാച അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിഷാജി. ഹരേ കൃഷ്ണ. ശ്രീഭഗവാനുവാച അശോച്യ അന്യശോചസ്ത്യം പ്രജാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂച നാനുശോചന്തി പണ്ഡിതാഃ. സുധീർ പ്രഭു. ശ്രീഭഗവാനുവാച അശോച അന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാംസൂം ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച അശോച്യ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാസൂന ഗതാസൂം ച ന അനുശോചന്തി പണ്ഡിതാഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി വളരെ നന്നായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കോയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ശ്രീ ഭഗവാനുവാച അശോചയൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസുന ഗതാംസൂച നാനുശോചന്തി പണ്ഡിതാഃ. സുധീഷ്. ഹരേ കൃഷ്ണ. ശ്രീഭഗവാനുവാച അശോച്യ അന്യശോചസ്ത്വം പ്രജ്ഞാവാദം ച ഭാഷസേ ഗതാസൂന ഗതാസൂം ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. സുമാജി. ശ്രീഭഗവാനുവാച അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാംസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വിദ്യാജി. ശ്രീഭഗവാനുവാച അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. നീരാജിന്റെ മീനിങ് വായിക്കാമോ? മലയാളമാണല്ലോ കയ്യില്. മ്യൂട്ടാണ്. മലയാളം. ഓക്കെ. അപ്പം സുധീഷ് ജി അർത്ഥം വായിച്ചു. ഭാവാർത്ഥം. അദ്ദേഹത്തെ പരോക്ഷമായ വിഡ്ഢിയെന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിന്റെ നിലപാടെടുത്ത് അർജുനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു, അതേസമയം അറിവുള്ളവരെയും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചവരോ ആയ ശരീരത്തെപ്പറ്റി വ്യസനിക്കാറില്ല. അറിവെന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിൻ്റെയും നിയന്താവായ പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മതപരങ്ങളായ പ്രമാണങ്ങൾക്ക്
സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണെന്ന് അത്രേ അർജുനന്റെ വാദം. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരിക്കുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാൻ വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങളാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ഹരേ കൃഷ്ണ. അപ്പം അർജുനന്റെ സംശയത്തിനെ 10ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയാണ്. വളരെ ഒരു പച്ച പരമാർത്ഥം, വളരെ ഒരു സൂപ്പർ ഫിലോസഫിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സൂപ്പർ ഫിലോസഫി എന്ന് പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതിന് മുമ്പ് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടുള്ളതാണ് ശരീരം. തൊട്ടുമോ പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മത അനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹം വിലപിക്കാൻ ഇടവരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആൾ ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്താണ്? അവസ്ഥാന്തരങ്ങള് ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തൊക്കെയാണ്? യൗവനം, വാർദ്ധക്യം, അതൊക്കെയാണ്. അതെ, താഴ്ന്നു വരുന്നുള്ളൂ. അതെ, ബാല്യം, ശൈശവം. ആദ്യം ശൈശവം. പറഞ്ഞോളൂ, മ്യൂട്ടാണ്. ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം, കൗമാരം, യൗവനം, എല്ലാവർക്കും പെട്ടെന്ന് വാർദ്ധക്യം. അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ സ്റ്റേജ് അതാണല്ലോ, അതത്ര ഓർമ്മ. അപ്പം ശൈശവാവസ്ഥയില് കുഞ്ഞ് കരയുന്നുണ്ട്. നമ്മൾ കരയുന്നുണ്ടോ? കുഞ്ഞിന്റെ അമ്മ കരയുന്നുണ്ടോ? കുഞ്ഞ് കിടന്ന് കരയുമ്പം കുഞ്ഞിന്റെ അമ്മ സന്തോഷിക്കുകയാണ്. എന്റെ കുട്ടി കരയുന്നു. എന്റെ കുട്ടി കരയാത്തതിലാണ് ആദ്യം ഒരു അമ്മ വിഷമിക്കുന്നത്. ശരിയല്ലേ? എനിക്കറിയില്ല, ഇവിടെ അമ്മമാരുണ്ട്, അമ്മമാര് പറഞ്ഞോളൂ. മലയാളി കുഞ്ഞ് വല്ലാതെ കരഞ്ഞാൽ അമ്മ കരയും. വല്ലാതെ കരഞ്ഞാൽ? ഞാൻ നോർമലി ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ നോർമൽ അവസ്ഥയെ പറ്റിയാ പറയുന്നത്. അല്ലേ? അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ലേ? അമ്മമാർ പറയട്ടെ. അതെ, അമ്മമാരെ പറയട്ടെ. അതെ. അപ്പൊ അമ്മ കുഞ്ഞ് കരയാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം കുഞ്ഞ് കരയുമ്പോൾ മാത്രമേ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കരയണം. ആ കരയുമ്പോൾ മാത്രമേ ഇവിടെ ആ ഇന്ദ്രിയങ്ങള് വികസിക്കത്തുള്ളൂ, ശ്വാസകോശം വികസിക്കത്തുള്ളൂ. കരയാത്തൊരു കുട്ടിക്ക് ശ്വാസകോശം ശൃംഖായി പോകും. ഡോക്ടർ ജി ശരിയാണെങ്കിൽ പീഡിയാട്രീഷ്യൻ ആണ് പറയണം. ആദ്യം കരയുമ്പോഴാണ് ശ്വാസകോശം വികസിക്കുന്നത്. യെസ്, അതാണ് ശ്വാസകോശം വികസിക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പാണ് കരച്ചിൽ. കരഞ്ഞില്ലെങ്കിൽ ശ്വാസകോശം വികസിക്കത്തില്ല. നമ്മൾ ഊതാത്ത ബലൂൺ പോലെ ഇരിക്കും. അതെ. പിന്നെ അതിൽ നിന്നാണ് ബാക്കിയുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതെ. അപ്പം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് പലപ്പോഴും എന്താണ് കുഞ്ഞിന്റെ ഫീലിങ്സ് നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ എനിവേ കുഞ്ഞ് കിടന്ന് കരയുകയാണ്, അമ്മ സന്തോഷിക്കുകയാണ്. ആ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യത്തിലേക്ക് വരുമ്പോഴും അമ്മ സന്തോഷിക്കുന്നു. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞു തന്നെ സന്തോഷിക്കും. ഞാൻ വലുതായി, ഞാൻ അച്ഛൻ്റെ അത്രയും ആയി വരുന്നു, മുട്ടനായി, നോക്കൂ ഹൈറ്റൊക്കെ നോക്കൂ എന്ന് വിളിച്ചിട്ട് അവര് മാനസികമായിട്ട് സന്തോഷിക്കുന്നു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോൾ, ഒരു പ്രായപൂർത്തിയായ ഒരു യുവാവായിട്ട് മാറുമ്പോൾ വിവാഹത്തെ പറ്റി ആലോചിക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് അന്നേരവും അവൻ സന്തോഷിക്കുന്നു.
ജീവിതത്തിൽ ശരീരത്തിന്റെ ഓരോ അവസ്ഥകളാണ് വരുന്നത്. അവൻ വാർദ്ധക്യത്തിലോട്ട് വരുമ്പോൾ കുറെ സമയം, കുറെ വർഷങ്ങൾ വരെ അതിലും സന്തോഷം കണ്ടെത്തുന്നു. പിന്നീട് ഇതുവരെ നമ്മൾ കണ്ടെത്തിയ സന്തോഷം പിന്നീട് വാർദ്ധക്യാവസ്ഥയിൽ ഒരുപക്ഷെ നമുക്ക് കാണത്തില്ല. കാര്യം നമുക്ക് വരുന്ന ഭയമാണ്. കാര്യം വാർദ്ധക്യം വന്നു, ഇനി എനിക്ക് അടുത്ത ഘട്ടം മരണമാണല്ലോ. കാര്യം മരണത്തെ, അത് സത്യമാണെങ്കിലും, ഒരു സത്യമായ ഒരു വസ്തുതയാണെങ്കിലും ആരും മരണത്തെ അങ്ങനെ കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറല്ല. ശരിയല്ലേ? എപ്പോഴും ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന വ്യക്തി പോലും ലാസ്റ്റ് മൊമെന്റിൽ ആഗ്രഹിക്കും, എനിക്ക് 1 വർഷം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന്. ഇതൊരു സൈക്കോളജിക്കൽ, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഡോക്ടേഴ്സ് ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡോക്ടറിന്റെ അടുത്ത് പറയും, ഡോക്ടർ എന്നെ എങ്ങനെങ്കിലും ഒന്ന് കൊന്നു തരൂ, എനിക്കിനി ജീവിക്കണ്ട, വളരെ പ്രയാസമാണ്, എനിക്ക് വേദനകൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്ന് കൊന്നു തരൂ. അവസാനം ഡോക്ടർ നേരമൊക്കെ റിഫ്യൂസ് ചെയ്യും. അവസാനം ഇത് തീരാൻ പോകുന്ന കേസാണെന്ന് പറയുമ്പോൾ ഡോക്ടറിനോട് തന്നെ ഇതേ പേഷ്യന്റ് തന്നെ പറയും, കുറച്ച് ദിവസം കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും, എന്റെ കൊച്ചുമക്കളെ ഞാനൊന്ന് കണ്ടിട്ടില്ല, അവരെ കൂടെ കണ്ടിട്ട് വരെങ്കിലും ഡോക്ടറെ എന്നെ സഹായിക്കാൻ പറ്റുമോ, അത്രയും നാളെങ്കിലും ജീവിച്ചിരിക്കാൻ. ഇല്ലേ ഡോക്ടറെ? ഡോക്ടർ ജി പറയൂ. തീർച്ചയായിട്ടും പറയാ കറക്റ്റാണ്. അപ്പം ഇതൊരു മിഥ്യാധാരണയാണ്. കാര്യം ഈ ശരീരം നമ്മളുടേതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ജനിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് അമ്മയ്ക്കാണ്, നമുക്കല്ല. മരിക്കുന്നത് വരെ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് മറ്റുള്ളവർക്കാണ്. ഒരു ഘട്ടം വരെ അമ്മയ്ക്കും, വിവാഹശേഷം ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് ഭാര്യയ്ക്കും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മക്കൾക്കും. കാര്യം ഇവരെ എല്ലാം സർവീസ് ചെയ്യുകയാണ്, ഇവരുടെ എല്ലാം സെർവന്റ് ആണ്. ഇവർക്ക് സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ബോഡി നിലനിൽക്കുന്നത്. പിന്നെ ഈ ബോഡിക്ക് എന്ത് ഓണർഷിപ്പാണുള്ളത്? ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, വാർദ്ധക്യം, നമ്മുടെ ആ സർവീസ് പീരീഡ് കഴിഞ്ഞു, ഈ ശരീരത്തിലുള്ള വാസം കഴിഞ്ഞു, ഇനി അടുത്ത ശരീരത്തിലേക്ക് പോകാനുള്ള പുറപ്പാടായി. ഭഗവാനെ, ഇനി ഏത് നല്ല ശരീരമാണ് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് ചിന്തയാണ് വേണ്ടത്. നല്ല ശരീരത്തോട്ട് പോയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും, മനുഷ്യനായിട്ട് പറഞ്ഞാണെങ്കിലും സ്വഭാവം നായയുടേതായിട്ടായിരിക്കും. അതാണ് പേപ്പറുകൾ കാണുന്നത്, വാർത്തകൾ വരുന്നത്, പീഡനവും മറ്റേതും മറിച്ചതും. കാര്യം മൃഗതുല്യമായ ജീവിതം, മൃഗത്തിൻ്റെതായ ചിന്തകൾ, അതാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജന്മം സ്പിരിച്വലൈസ്ഡ് ആയിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ആസുരീകമായ ചിന്തകളിലൂടെ ആ സ്ത്രീ ആ ശിശുവിനെ പ്രസവിച്ചു. ആ ശിശുവിനും ആസുരീകമായ ജന്മത്തെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. അമ്മ ഉപദേശിച്ചു കൊടുത്തില്ല സ്പിരിച്വലിറ്റിക് ലൈഫ്. അപ്പം ഒരാള് നമ്മൾ വാർത്തകൾ കാണുമ്പോൾ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാളല്ല അതിന്റെ ഉത്തരവാദി. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദി ആരാണോ ആത്മീയമായി ഉപദേശിക്കാൻ എന്താ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ടയാൾ. ആ ആള് അദ്ദേഹത്തിന്റെ ജന്മത്തിൽ ആത്മീയത ഉപദേശിച്ചു കൊടുത്തില്ല. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഉപദേശിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആയിപ്പോയി. അപ്പം ആ വ്യക്തി കുറ്റക്കാരനല്ല, കോടതിയിൽ വാദിക്കാനുള്ളതാണ്. ഇതേ ഒരു കഥയുണ്ട്, ഒരു അമ്മയും മകനും തമ്മിലുള്ള കഥ. ഞാൻ ഓർമ്മ വരുന്നില്ല എന്താണെന്നുള്ളത്. അവസാനം ശിക്ഷ വരുമ്പം സ്മിതമാതിയെ ഓർമ്മിച്ചാ വരും. അപ്പൊ അവിടെ ഈ അവസ്ഥാന്തരങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കരുത് അർജുനനോട് പറയുകയാണ്. ഈ അവസ്ഥാന്തരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കാര്യം നീ വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും ഈ അവസ്ഥാന്തരങ്ങളെ നീ ഉൾക്കൊള്ളേണ്ടതാണ്. ഇപ്പം തണുപ്പ് വന്നു, വളരെ തണുപ്പ് കൂടുതലാണ്, പക്ഷെ ഇതിനെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ.
രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു മനസ്സ് ദൃഢീകരണം നമുക്കുണ്ടാവുമ്പോൾ വാർദ്ധക്യം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. നമ്മൾ എപ്പോഴും യൗവനമായി നിലകൊള്ളും. അപ്പൊ നമ്മുടെ ശരീരത്തിന് എപ്പോഴും പ്രസരിപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്തണം. എങ്ങനെ ദൃഢപ്പെടുത്താം? ഈ അവസ്ഥാന്തരങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കണം. അവിടെയാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്, ഈ അവസ്ഥാന്തരങ്ങളെ പറ്റി നീ ചിന്തിക്കരുത്. നിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് ചെയ്യണം. നീ വിഡ്ഢിയെ പോലെ പെരുമാറരുത്. അർജുനനെ ആദ്യമായിട്ട് വിളിക്കുകയാണ് കൃഷ്ണൻ, നീ വിഡ്ഢിയാണെന്ന്. അർജുനൻ വിചാരിച്ച് ഞാൻ വളരെ വലിയ ഫിലോസഫറാണ്. ഇതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സാധാരണ നമ്മൾ ചിന്തിക്കും, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി നേടിയവരാണ്, അതുകൊണ്ട് നമ്മുടെ ചിന്തകളെല്ലാം വളരെ വളരെ ചിന്തനീയമാണ്, ബുദ്ധിപൂർവമുള്ളതാണ്, അത്യന്താധുനിക സാഹിത്യകാരനാണെന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകത്തില്ല. ഇവിടെ അർജുനനോട് അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ എന്നും ചിന്തിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ചിന്തകളിൽ ഭഗവാൻ ഉണ്ടായിരിക്കണം. ബ്രഹ്മാവിന്, അതായത് സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാവിനെ നിയോഗിക്കുമ്പോൾ ബ്രഹ്മാവിന് ആ ജ്ഞാനം കിട്ടിയത് എങ്ങനെയാണ്? വർഷങ്ങളോളം. നമ്മൾ പറയും സൃഷ്ടി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, സൃഷ്ടി സ്ഥിതി സംഹാരി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ബ്രഹ്മാവിന് ആ ശക്തി കിട്ടിയത് എങ്ങനെയാണ്? വർഷങ്ങളോളം ഭഗവാനെ തപസ് ചെയ്തു. അതായത് തപസ് ചെയ്തതിനർത്ഥം ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉത്തരം നിസ്സാരമാണ്. നമ്മൾ തപസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ ഹിമാലയൻ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകില്ല. അങ്ങനല്ല. ബ്രഹ്മാവ് ഭഗവാനെ സിമ്പിളായിട്ടിരുന്ന് തപസ് ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു, ഭഗവാനെ സ്മരിച്ചു, കീർത്തനം ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. ഭഗവാനെ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായി ജപിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ആ മനസ്സ് ദൃഢീകരിക്കുകയും ആ മനസ്സിന് ഒരു സ്പിരിച്വൽ ആത്മീയ ഉന്നതി കിട്ടുകയും അതിനനുസരിച്ചിട്ടുള്ള ജ്ഞാനം കിട്ടുകയും ചെയ്തു. ആ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ആ ഒരു ക്രിയേഷണൽ പവർ ബ്രഹ്മാവിന് കിട്ടി. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. ഇത്രയുണ്ട് കാര്യം. നമുക്ക് ആത്യന്തികമായിട്ട് നമ്മുടെ ഈ അവസ്ഥകളെ അല്ല വിഷമിക്കേണ്ടത്. ഈ അവസ്ഥകളിലൂടെ നമ്മൾ തരണം ചെയ്ത് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കണം. ഭഗവാനെ നമ്മൾ സഖാവായിട്ടോ ഗുരുവായിട്ടോ കാമുകനായിട്ടോ ഏതർത്ഥത്തിലാണെങ്കിലും നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ. ഈ അടുത്തിടയ്ക്ക് ഈ വളരെ വലിയൊരു സർപ്രൈസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇൻസൈറ്റ് ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻസൈറ്റ് ഡിസ്കവറിയിൽ കുറെ ക്വസ്റ്റ്യനെയർ ഓൺലൈനിൽ തരും. ഓൺലൈനിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ചെയ്യണം, ചെയ്ത് അയക്കണം. അതിനുശേഷമായിരുന്നു ഇന്നലെ ഓൺലൈൻ ആ സെഷൻ ലൈവായിട്ട് വന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് വന്നിട്ടുള്ള സെഷൻ ഇങ്ങനെയൊക്കെ ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ടായിട്ട് പോയി. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ട്. അപ്പം ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫേവറേറ്റ് കളേഴ്സ് വരുന്നത്. ആ കളേഴ്സിന്റെ നിർവചനം അനുസരിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ഒഫീഷ്യൽ ലൈഫിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു അനലൈസ്, ചെറിയൊരു വേറെ തരത്തിലുള്ള ഒരു ഹോറോസ്കോപ്പ് എന്ന്. അപ്പൊ അതില് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, സത്യം പറഞ്ഞാല് വാഞ്ചാകൽപതരൂപേച്ച കൃപാസിന്ധൂപ്യേവ ച പതിതാനാം പാവനേപ്യോ വൈഷ്ണവേപ്യോ നമോ നമഃ. അദ്ദേഹം ഡോക്ടർ കോളിൻസ് ഫ്രം UK. അങ്ങ് സ്പിരിച്വലൈസ്ഡ് പേഴ്സൺ ആണോ എന്നാണ് ചോദിച്ചത്. എനിക്ക് കളറിനെ പറ്റി അറിഞ്ഞില്ല, കളർ എനിക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് സെഷൻ വന്നു. ഇപ്പൊ വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു 10-12 പേരുടെ സെഷനായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഒരേപോലെ പറഞ്ഞു അദ്ദേഹം ദൈവവുമായിട്ട് ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കൊടുത്തവരോട്.
കൃഷ്ണ, അതും ഞാൻ മനസ്സുകൊണ്ട് സന്തോഷമാണ്. കാര്യം അവരെല്ലാം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നല്ലോ എന്നുള്ളത്. ഹരേ കൃഷ്ണ. അതിനകത്ത് എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ടായിരുന്നു പറഞ്ഞവരെല്ലാവരും, അത് നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രം എന്നുള്ളതല്ല. അപ്പൊ ആ കളർ കോഡുകൾ പറയുന്നത് അതേപോലെയാണ്. അതൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മുടെ ശരീരത്തും നമ്മുടെ മുഖത്തും നമ്മുടെ പ്രവൃത്തിയിലും റിഫ്ലക്ഷൻ ഉണ്ടാകും. ആ റിഫ്ലക്ഷൻ മറ്റുള്ളവർക്ക് പല രീതിയിൽ അറിയാൻ സാധിക്കും. ഇപ്പം സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പുരോഗതിയും അതിൻ്റെതായ അനുഗ്രഹവും ഭഗവാൻ തീർച്ചയായിട്ടും ഇന്നല്ലേ നാളെ നമുക്ക് തന്നിരിക്കും, സംശയമില്ല. ഹരേ കൃഷ്ണ. അപ്പം ഇതാണ് ഈ 2-3 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. 10ാമത്തെ ശ്ലോകം, അതായത് 2ാമത്തെ ഭഗവത്ഗീതയുടെ 2nd ചാപ്റ്ററിന്റെ 2nd സെഷനിലേക്ക് കൊടുക്കാനുള്ള എൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ 10ാമത്തെ ശ്ലോകം വരുന്നത്. 10 മുതൽ 11 മുതൽ പിന്നെ 30 വരെയുള്ളത് സൂപ്പർ ഫിലോസഫിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാനെ സറണ്ടർ ചെയ്യുക, ഗുരുവായിട്ട് സ്വീകരിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. നരേഷ് പ്രഭു പറഞ്ഞ കഥ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു ഭക്തി വികാസ് സ്വാമി മഹാരാജിന്റെ ലെക്ചറിൽ കേട്ടിരിക്കുന്നത്, ഈ നമ്മൾ ഈ മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമുക്കൊരു എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൈക്കിൾ ഉണ്ട്, ഒരു ബർത്ത് ഡെത്ത് സൈക്കിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ജ്ഞാനപ്പാനയിലൊക്കെ കാണുന്നില്ലേ, ഈച്ച ചത്ത് പൂച്ചയായിടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ മൃഗങ്ങളെ തിന്നാൻ വേണ്ടിയിട്ട് കൊല്ലുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ശരിക്കുള്ള ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുന്നേ തന്നെ നമ്മൾ അവരെ കൊന്നിട്ട് തിന്നും. അപ്പൊ ഈ കോൺഷ്യസ്നെസ്, അവരുടെ ബുദ്ധി അപ്പോഴും ഈ മൃഗങ്ങളുടെ ബുദ്ധിയായിരിക്കും. പക്ഷെ അവരെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കൊന്നത് കൊണ്ട് അവർക്ക് നെക്സ്റ്റ് ലൈഫ് ഹ്യൂമൻ ബർത്ത് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ്, അതായത് കഴിഞ്ഞ ജന്മത്തില് നമ്മൾ അവരെ കൊന്ന് തിന്നിട്ട് അങ്ങനെയുള്ള കോൺഷ്യസിൽ വരുന്ന ആൾക്കാരാണ് ഈ ടെററിസ്റ്റ്, ഇങ്ങനെ എന്താ പറയാ, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാര്. ബിക്കോസ് അവർക്ക് ഒരു തരം ആനന്ദമാണ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം അവര് മരിച്ചത് അങ്ങനെയാണ്, അവരെ കൊന്നതാണ് ബാക്കിയുള്ളവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു കോൺഷ്യസ്നെസ് പക്ഷെ മനുഷ്യന്റെ ശരീരം കിട്ടുന്നത് എന്നാണ് മഹാരാജ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് ശ്ലോകം ചെല്ലുന്നുണ്ട്. ഇപ്പൊ എത്ര പെട്ടെന്ന് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു. നല്ല കാര്യം അത് വളരെ സന്തോഷമുണ്ട്. എനിക്കും തോന്നി എല്ലാവരും വളരെ സ്ഫുടമായിട്ട്. നമ്മൾ ആദ്യത്തെ റെക്കോർഡിങ്ങും ഇപ്പോഴത്തെ റെക്കോർഡിങ്ങും എടുത്തു വെച്ച് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് സുശീംബോന്റെ അടുത്ത് പറഞ്ഞത്, കുറച്ച് പേരെ ഉണ്ടെങ്കിലും അവരെല്ലാം രത്നങ്ങളാണ് എന്നുള്ളത് പറയാം. ഞാൻ വെറുതെ ഭംഗിവാക്കിന് പറയുന്നതല്ല. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞോളൂ. ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചോളൂ. സിംഹമാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകമായിട്ട് നമ്മൾ ഇതുവരെ വായിച്ചത് വെറുതെ പൂരംകുശിതമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട, ജസ്റ്റ് 1-2 വരി പറയാം. സിംഹമാതാജി ആലോചിക്കുമ്പോഴത്തേന് ഞാൻ ഡോക്ടർ ജി എടുത്തിട്ട് വരികയാണ്. സിംഹമാതാജി ആലോചിച്ച് വെച്ചോളൂ. ഡോക്ടർ ജി. അല്ല മണിലാൽജി, നമ്മള് ഒരു ചെറിയ ബാച്ചാണ്. പക്ഷെ ഈ ചെറിയ ബാച്ചിന് വളരെ 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 ഭംഗിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മളുടേതാണെന്നുള്ളൊരു തോന്നലുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരും വലിയ ബാച്ചും വളരെ നല്ലതാണ് പല കാര്യങ്ങളിലും. പക്ഷെ എന്നാലും ഈ ചെറിയൊരു ബാച്ച് എനിക്ക് വളരെ ആത്മാർത്ഥതയും
നമുക്കൊരു എന്താണ് വളരെ സ്വാതന്ത്ര്യമുള്ളതും വളരെ ആത്മീയമായിട്ടും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മണ്ഡലജി പറഞ്ഞ പോലെ എന്റെ വായന അറിയാലോ, അത് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹായം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. അപ്പം സുധീഷിക്ക് എന്തെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയാൻ കാണും. സുധീഷ് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതിപ്പം 2-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന അധ്യായമാണ്. അതിൽ ഈ 11-30 എന്ന് പറയുന്നത് ഭഗവത്ഗീത കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു അധ്യായമാണെന്നാണ് പലയിടത്തും കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ടും നമ്മുടെ വേറെ കാര്യങ്ങളിലൊക്കെ ഡീവൈറ്റ് ചെയ്യാതെ ഇത് എത്രയും പഠിക്കാനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് തുടക്കമാണല്ലോ ഈ ശ്ലോകം. അതിൽ തന്നെ ഇപ്പോൾ അർജുനൻ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളെ വിഡ്ഢിയാക്കി പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം തുടർന്നിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു നമ്മളൊരാൾ ആ തെറ്റ് കാണിച്ചിരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധ്യമാണ് നമ്മളിനി മുമ്പോട്ട് ഈ ബാക്കിയുള്ള ശ്ലോകങ്ങളെല്ലാം പഠിക്കാനും പ്രേരിപ്പിക്കുന്നു തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സുധീഷ്. വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ തിരിച്ചറിവ്. കാര്യം അർജുനനെ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ വിഡ്ഢികളുടെ കൂട്ടത്തിലാണ് പെടുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അർജുനനെ വിഡ്ഢിയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഹരേ കൃഷ്ണ. വരുന്നു സിമി മാതാജിയുടെ അടുത്ത് പറഞ്ഞോളൂ. ഞാൻ ആ മാതാജി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പെട്ടെന്ന് പ്രഭു എനിക്ക് തോന്നിയത് ഇതിനകത്ത് ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തുടങ്ങി. അതായത് ശരീരത്തിനല്ല ആത്മാവിനോടാണ് കൂടുതൽ നമ്മള് ഇത് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാനെ ഏത് രീതിയിൽ നമ്മൾ കരുതിയാലും ഭഗവാൻ അത് സ്വീകരിക്കും. അതായത് മകനായിട്ട് കരുതിയ അങ്ങനെ ഏത് രീതിയിൽ ഇപ്പൊ അർജുനൻ ഗുരുവായിട്ട് ഉടനെ വന്നു. അപ്പൊ അത് എന്തായിട്ട് തോന്നി അത് പറഞ്ഞു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. അത് പറയുമ്പം ഏത് രീതിയിൽ കാണുമ്പോഴും നല്ലൊരു കഥ ഓർമ്മ വരുന്നത്. കാരണം ചരിത്രമാണ്, ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്തിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇടക്കാലത്ത് ഈ സോക്കാൾഡ് ജാതി വ്യവസ്ഥ വളരെ നികൃഷ്ടമായ ഒരു സംഗതി അവിടെ വന്നിരുന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു ബ്രേക്ക് ചെയ്തത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരോദ്ദേശം അതായിരുന്നു. സങ്കീർത്തന മഹാമന്ത്രം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ്, വേണ്ടിയിട്ടുള്ളതാണ്, രക്ഷപ്പെടാനുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു അവതരിക്കുകയും ഭഗവാന്റെ അവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു വരികയും തെരുവുകൾ തോറും ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നടന്നിട്ട് എല്ലാവരെയും കൊണ്ട് ജപിപ്പിച്ചു. അന്നൊക്കെ വളരെ പ്രശ്നമുണ്ടായി. ബംഗാളിലൊക്കെ ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അന്നത്തെ ഗവർണർ നവാബ് ഹുസൈൻ ഷാ ആയിരുന്നു, അതൊക്കെ അറിയാം, ആ ചരിത്രങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടം ഗുരുവായൂർ അമ്പലമൊക്കെ ആയിട്ട് വന്നിട്ട് ആ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ പറയുന്ന സോക്കാൾഡ് അവർ പറയുന്ന രീതിയിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ന് ഞാൻ ആ ഒരു ടെക്നിക്കൽ വേർഡ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതില്ല. അവർ പറയുന്ന രീതി അനുസരിച്ചിട്ട് പറയുമ്പോൾ അതിനകത്തൊരു പാവപ്പെട്ടവൻ ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരാൾ ചോദിച്ചു, കൃഷ്ണൻ എങ്ങനെ ഇരിക്കും? ചോദിച്ചത് ബ്രാഹ്മണനോടായിരുന്നു. ബ്രാഹ്മണന് അദ്ദേഹത്തെ കളിയാക്കി. നിനക്കിത് ചോദിക്കാനുള്ള അവകാശം പോലും ഉണ്ടോ എന്നുള്ള രീതിയിലാണ് കളിയാക്കിയിട്ട് പറഞ്ഞ് പശുവിനെ പോലെ ഇരിക്കുന്നു. എന്നിട്ട് ഈ സാധുവായ മനുഷ്യൻ പശുവിന്റെ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങി. പശുവിന്റെ രൂപത്തിൽ തന്നെ ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഈ ബ്രാഹ്മണനേക്കാൾ അനുഗ്രഹീതനായിട്ട് ഈ സാധുവായ മനുഷ്യന്മാർ. നമ്മൾ ഏത് ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാലും ആ ഭാവത്തിൽ ഭഗവാൻ വരും. അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഡോക്ടർ ജി, ഹരേ കൃഷ്ണ. വിദ്യാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. എനിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പക്ഷെ ആസ് പെർ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈച്ച് ലിവിങ് ഹ്യൂമൻ ബർത്ത് ഇസ് ആത്മ. ദ സോൾ ഇസ് കോൾഡ് ആത്മ. ആത്മൻ ഇസ് ദ എന്താ പറയാ, അഗൈൻ ഇറ്റ് ഇസ് ഫിലോസഫി. അത്
and each soul, each Atman is having immense potential, immense capabilities in it. Other, some of them, they strive to achieve the Kaivalya Jnana. That is when you have enlightenment. So, so these are when we get together in a group, nalla കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, so we should be like, it is like a big bang where souls are born, and then each of these minute cosmic particles, it is absorbing the light, the dust, everything from the universe. So basically nammal a cosmic particle ana, so namukku every day is supposed to be like, to increase our potential. Hare Krishna. Hare Krishna. Meeraji, Hare Krishna. പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ പ്രഭു, പറഞ്ഞ പോലെ ഇനിയുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം. പ്രത്യേകിച്ച് ഒന്നും പറയാം, അല്ലെങ്കിൽ ആക്ഷേപങ്ങളെങ്കിലും പറയാം. ഹരേ കൃഷ്ണ. അല്ല, ഇനിയുള്ള ശ്ലോകങ്ങളിൽ അപ്പൊ നമ്മുടെ പല സംശയങ്ങൾക്കും ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും. സുമാജി, ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളൊന്നുമില്ല പ്രഭു, അടുത്ത ക്ലാസ്സില്. അപ്പം നമ്മള് ആത്മാവിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും ഇൻഡിവിജ്വൽ സോളാണ്. അപ്പൊ സുധീഷിയോട് ചോദിച്ചിട്ട് മാത്രം കാര്യമില്ല, നിഷാജിയോടും ചോദിക്കണം. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. എങ്കിലും അഭിപ്രായങ്ങൾ നമ്മള് കാര്യങ്ങള് ആക്ച്വലി സുധീഷിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞായിരുന്നു അല്ലേ? കഴിഞ്ഞു. വീണ്ടും ഒരു റിവ്യൂ വരുമ്പം പറയാത്ത ചില കാര്യങ്ങൾ ഇപ്പൊ പറയുന്നു, പറഞ്ഞ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നു അല്ലേ? ഇതാണ് ഭഗവത്ഗീതയുടെ അനുഗ്രഹം. പല കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പോഴത്തേനും വീണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഭഗവത്ഗീത എപ്പോഴും പുതിയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത പുതിയതാണ്, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡോക്ടർ ജി, നമ്മൾ ആത്മാവിനെ പറ്റി പറയുമ്പം ഡോക്ടർ ജി വായിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആരോ ഓട്ടോബയോഗ്രഫി കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുക. വൺ സോൾ ആൻഡ് ഡിഫറെന്റ് ബോഡി, ഒരു ഡോക്ടറുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഒരാത്മാവും വിവിധ ശരീരങ്ങളും. ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പീരീഡിൽ അഭിമുഖീകരിച്ച അദ്ദേഹം കണ്ട ആത്മാക്കളെ പറ്റിയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്ത രോഗികളിൽ ഉള്ള ആത്മാവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഡോക്ടർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ ആത്മാക്കളെ കുറിച്ചല്ല, ജീവിച്ചിരുന്ന ആത്മാവുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മള് കൊണ്ടിടുന്ന എന്താ പറയുന്നത്, ഐസിയുലൊക്കെ ഒരു ഡെഡ് രീതിയിലല്ലേ ബോഡി കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ബോഡിയിൽ നിന്ന് സോള് പുറത്തു വന്നിരിക്കുകയാണ്. ആ സോള് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതാണ്. ആ സോള് ട്രീറ്റ് ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ട്. വളരെ അത് ഭയങ്കര ഇതാണ് വായിക്കുന്നത്. ഡോക്ടർ അത് വിശ്വസിക്കാൻ കുറെ പാടുപെട്ടു. പിന്നീട് അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പല പേഷ്യൻസിനെയും അദ്ദേഹം ആ രീതിയിൽ നോക്കുകയും അങ്ങനെ ആ സോളുമായിട്ട് സംസാരിക്കാൻ ഇടയാവുകയും ചെയ്തു. അപ്പം അവസാനം ഡോക്ടർ കൺക്ലൂഡ് ചെയ്തു, ഈ സോള് പറഞ്ഞ കറക്റ്റാണ്, എന്റെ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ടല്ല ഈ കോമാ സ്റ്റേജിൽ നിന്നും രോഗി മാറുന്നത്. ഒരു സർട്ടൺ പീരീഡ് ഈ ബോഡിയിൽ നിന്ന് സോള് മാറിപ്പോയി, പിന്നെ സോള് വീണ്ടും ബോഡിയിലോട്ട് കയറി. ആ ബോഡിയിലോട്ട് കയറുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പവർ ആവശ്യമാണ്. അല്ല ഡീസൽ ജനറേറ്ററിനെ പോലെ നമ്മളിങ്ങനെ കുട്ടു അടിച്ചടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഹാൻഡിൽ പെട്ടെന്ന് വലിച്ചു വരും. കാര്യം പിന്നെ അതിന്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡോക്ടർ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ്. ഡോക്ടർ ജി ശരിയല്ലേ? ഇതെല്ലാം കേട്ടോണ്ടിരിക്കാൻ നല്ല വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എങ്കിലും ആ ഇഞ്ചക്ഷൻ ആവശ്യമാണ്, മരുന്നുകൾ ആവശ്യമാണ്, മെഡിസിൻ ആവശ്യമാണ്. കാര്യം ഈ ഡീസൽ ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ഡെഡ് ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയിൽ ആ ഡെഡ് സെല്ലുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാവണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഭൗതികമായിട്ട്, കാര്യം പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ചാണ്, 5 എലമെന്റ്സിനെ കൊണ്ടാണ് ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സഹായം ആവശ്യമാണ്. അപ്പൊ അതിനാണ് ഒരു സപ്പോർട്ടാണ്, സപ്ലിമെന്ററി എന്നുള്ളതാണ്
മെഡിസിൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കാര്യം ഈ ഭൗതിക അവസ്ഥയിൽ ഈ ഈ ശരീരം ജീർണിക്കുന്നതാണ്. അപ്പൊ ഈ ജീർണാവസ്ഥ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്നുകൾ ആവശ്യമാണ്. അവിടെയാണ് ഫിസിഷ്യൻസിന്റെ പ്രസൻസ് ആവശ്യമായി വരുന്നത്. ഡോക്ടർ ജി ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസമായില്ലേ? അത് കറക്റ്റായി. ഹരേ കൃഷ്ണ. ശരിയല്ലേ? തീർച്ചയായിട്ടും. എല്ലാ മരുന്നുകളും ആത്മാവിന്റെ ചികിത്സയെന്നാ പറഞ്ഞത്. കാരണം മനസ്സുകൊണ്ടാണ് ആദ്യം ചികിത്സിക്കപ്പെടുന്നത്. അതെ, അത് തന്നെ. ഡോക്ടർ വരുമ്പോൾ നിങ്ങൾക്കൊന്നുമില്ല, ഭയങ്കര ഡോക്ടറുടെ മനസ്സിലൂടെയാണല്ലോ ചികിത്സിക്കുന്നത്. അതെ, പരിശോധിച്ച് ഡോക്ടറുടെ മനസ്സിൽ കറക്റ്റായിട്ട് തോന്നുന്ന മരുന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ കൊടുക്കുക. അത് മാത്രമല്ല, ഈ ഡോക്ടർക്ക് അറിയാം ഈ പേഷ്യന്റ് പോക്കാണെന്നുള്ളത്. ഇദ്ദേഹം മരിക്കാറായിരിക്കും, എന്നാലും ഈ പേഷ്യന്റിനോട് കള്ളം പറയും. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഇനി 100 വർഷം കൂടെ ജീവിച്ചിരിക്കും, നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അത് മണിലാഞ്ചി, അത് കള്ളത്തരമല്ല, പ്രചോദനമാണ് ജീവിക്കാൻ. പ്രചോദനം, അതെ, പ്രചോദനം. തീർച്ചയായിട്ടും. അതെ, ആ പ്രചോദനം ചെയ്യുമ്പോൾ മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാവും. കണ്ടോ, എനിക്ക് ആ ഡോക്ടറിലുള്ള വിശ്വാസം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം വാർദ്ധക്യം മനസ്സിനെ ബാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുറെ നാൾ കൂടി കുറച്ചുകൂടി ജീവിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇത്രയും. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷന്റെ കൗണ്ട് ഡൗണിലോട്ട് പോവുകയാണ്. ഇനി ആശ ചേച്ചി, ഹരേ കൃഷ്ണ, എന്താ പറയൂ? ഞാൻ എന്തോ പ്രത്യേകിച്ച് പറയാൻ, എല്ലാം എന്റെ പ്രിയതമൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താണ് വിശേഷങ്ങൾ?